നമസ്കാരം. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗം മറന്നുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജില്ലയുള്ളത്. അതിനിടയിൽ ഒരു വ്യത്യസ്ത മുഖം കാസർഗോട്ടുകാർക്കും കേരളീയർക്കും ഒരുപോലെ സമ്മാനിക്കുന്നതാണ് GVHSS ഇരിയണി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ പ്രവർത്തനം. എന്തായാലും നമ്മളത് കണ്ടറിയേണ്ടതാണ്. ഇരിയണി GVHSSലെ വിദ്യാർത്ഥികൾ മാതൃകയാവുകയാണ്. 3 ഏക്കറോളം വരുന്ന കാട് പിടിച്ച ഭൂമിയിൽ വിത്ത് വിതച്ച് 120 ദിവസങ്ങൾക്ക് ശേഷം അവർ വിളവെടുക്കുകയാണ്. 8 വർഷത്തോളമായി GVHSS ഇരിയണിയിലെ NSS വിദ്യാർത്ഥികൾ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരുമുണ്ട് അവരുടെ കൂടെ. NSS പ്രോഗ്രാം ഓഫീസർ സജീവൻ മാഷിന്റെ നേതൃത്വത്തിൽ കൂടെ കൂടാൻ നാട്ടുകാരുമുണ്ട്. കാർഷിക സംസ്കാരം മറന്നുപോകുന്ന മനുഷ്യലോകത്തിന് തന്നെ ഈ കാഴ്ചകൾ ഒരു പാഠമാണ്. വിത്ത് വിതച്ച് അത് കൊയ്യുന്നതുവരെ വിദ്യാർത്ഥികൾ ജാഗരൂകരാണ്. കാടുപിടിച്ച 3 ഏക്കർ ഭൂമി വൃത്തിയാക്കി നെല്ല് വിത്ത് പാകി വിളവെടുക്കുമ്പോൾ കാർഷിക സംസ്കാരത്തിന് വിദ്യാർത്ഥി ലോകത്തിന് മാറ്റുകൂട്ടാനാകുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. NSS പ്രോഗ്രാം ഓഫീസറായ സജീവൻ മാഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രയത്നത്തിന്റെ കഥ. ഇവിടെ നിന്നും ലഭിക്കുന്ന നെല്ലിനെ അരിയാക്കി ബഡ് സ്കൂളിലേക്കും സ്കൂളിലെ പുത്തരി ഉത്സവത്തിനും കിടപ്പിലായ രോഗികൾക്കും നൽകും. വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രിൻസിപ്പളിന് ഒരുപാടുണ്ട് പറയാൻ. കാർഷിക രംഗത്ത് അവർക്ക് നല്ല താല്പര്യമുണ്ട്. അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് പ്രിൻസിപ്പൽ ശശി PV പറഞ്ഞത്. നാട്ടുകാരുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിന് അവർ കൂട്ടുനിൽക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, കാർഷിക രീതികൾ ഓരോന്നായി അവരോടൊപ്പം പ്രവർത്തിച്ച് കാണിക്കുകയാണ് നല്ലവരായ ഈ മനുഷ്യർ. കേരളത്തിൻ്റെ കാർഷിക രംഗം അത് അന്യം നിന്ന് പോകുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികളിൽ കാർഷിക സംസ്കാരം, പുതിയൊരു കാർഷിക സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യ ആഹാരമാണ് അരി. അപ്പോൾ അരി എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന അരി തന്നെ നല്ല മേന്മയുള്ള അരികളൊന്നും നമുക്ക് കിട്ടുന്നില്ല. മാത്രമല്ല അവയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതിൽ പല കീടനാശിനികളൊക്കെ ചേർത്തിട്ടാണ് അരിയൊക്കെ ഉണ്ടാക്കുന്നത്. കൃഷിഭൂമികൾ കയ്യേറി പുതിയ ലോകം വാർത്തെടുക്കുന്ന ആധുനിക മനുഷ്യർക്ക് കാർഷിക രംഗം ഒരു തമാശയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാനും അവർ തയ്യാറല്ല. മനുഷ്യൻ മാറ്റങ്ങളിലേക്ക് കടന്നുപോയത് കാർഷിക രംഗത്തിലൂടെയാണെന്ന കാര്യം തിരിച്ചറിയാതെ പോയവരാണ് ഇതിന് പിന്നിൽ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രാസവസ്തുക്കൾ ചേർത്തുള്ള അരികൾ കേരളത്തിലെത്തുമ്പോൾ തിരിച്ചറിയാതെ പോകുന്നത് ജൈവ ഗുണമുള്ള ഭക്ഷ്യവസ്തുക്കൾ പാകിയെടുക്കാനുള്ള ഭൂമി നമുക്കിടയിൽ തന്നെയുണ്ട് എന്ന കാര്യമാണ്. മറ്റു അധ്യാപകർക്ക് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രയത്നങ്ങളെ വിലയിരുത്താൻ ഏറെ വാക്കുകളുണ്ട്. കാർഷിക സംസ്കാരത്തിലേക്കുള്ള ഈ ഇടപെടൽ ഭാഗ്യമായാണ് ഈ വിദ്യാർത്ഥികൾ കാണുന്നത്. കൊയ്ത്ത് ഉത്സവമാണ് ഇന്ന് നടന്നത്. ഞങ്ങൾക്ക് പൊതുവേ കൃഷിയുടെ കാര്യത്തിൽ വലിയ താല്പര്യം. ഞങ്ങൾ സ്കൂളിൽ എല്ലാ സമയത്തും നെല്ലോടും വലിയ താല്പര്യം എടുത്തതിനാണ് മൊത്തത്തിൽ കൃഷിയോടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ PTA കമ്മിറ്റിയുടെ വകയും മറ്റേ മൊത്തത്തിലുള്ളത്. അപ്പോൾ അത് ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മാഷ് ഇന്നലെ വിളിച്ച് നമ്മളെത്തി പരിപാടി ഭംഗിയാക്കി. അപ്പോൾ ഇതും ഈ ചാനലേറെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, എങ്കിലും പറ്റിയതുകൊണ്ടൊരു ഗുണമുള്ള കാര്യമാണ്. പൊതുവെ എല്ലാവർക്കും അറിഞ്ഞില്ല കാര്യം. കൃത്യമായി പറഞ്ഞാൽ 120 ദിവസത്തെ വിദ്യാർത്ഥികളുടെ പ്രയത്നം. അവരോടൊപ്പം നിന്ന് ഈ പ്രയത്നത്തിൽ പങ്കുചേർന്ന അധ്യാപകരും NSSന്റെ പ്രോഗ്രാം ഓഫീസറും നാട്ടുകാരും PTA ഭാരവാഹികൾക്കൊക്കെ ഈ ക്രെഡിറ്റ് സ്വന്തമാണ്. മാതൃകയാക്കേണ്ട വിദ്യാർത്ഥി ലോകം. GVHSS ഇരിയണിയിലെ NSSലെ വിദ്യാർത്ഥികളുടെ പ്രയത്നം തീർച്ചയായും രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ്. മറ്റുള്ള വിദ്യാർത്ഥികൾക്കും മറ്റുള്ള സ്കൂളുകൾക്കും ഇവർ മാതൃകയാകുമ്പോൾ നാട്ടുകാർക്കും PTA കമ്മിറ്റികൾക്കും
ഇവരെ മാതൃകയാക്കേണ്ടതുണ്ട്. ക്യാമറമാൻ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.